കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ കേജ്രിവാളിനും പ്രശംസയുമായി പാകിസ്ഥാൻ മുൻ മന്ത്രി. രാഹുലിന് പ്രശംസിച്ചെത്തിയ മുൻ പാക് മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ തന്നെയാണ് ഡൽഹിയിൽ വോട്ട് ചെയ്ത ശേഷം കേജ്രിവാൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ കമന്റായി അഭിപ്രായ പ്രകടനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കേജ്രിവാൾ താൻ സകുടുംബം വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ചിത്രം സമൂഹമാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തിരുന്നു. അതിനു മറുപടിയുമായി സമാധാനവും ഐക്യവും വിദ്വേഷത്തിന്റെയും തീവ്രവാദത്തിന്റെയും ശക്തികളെ പരാജയപ്പെടുത്തട്ടെ എന്നാണ് തെഹ്രിക് ഇ ഇൻസാഫ് നേതാവും മുൻ മന്ത്രിയുമായ ചൗധരി ഫവാദ് ഹുസൈൻ കുറിച്ചത്. കമന്റ് ചർച്ചയായതിനു പിന്നാലെ വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തി. രാഹുലിനെ പോലെ തന്നെ കേജ്രിവാളിനും ഒരുപാട് ജനപിന്തുണയാണല്ലോ പാകിസ്ഥാനിൽ എന്നായിരുന്നു കിരൺ റിജിജുവിന്റെ പരിഹാസം. നേരത്തെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് പുനർവിതരണം ചെയ്യുന്നതിനായി സർവേ നടത്തുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം പ്രശംസനീയമാണെന്നും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും രാഹുലിന്റെ മുതുമുത്തച്ഛനുമായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒന്നാന്തരം സോഷ്യലിസ്റ്റാണ് രാഹുലെന്നും ഫവാദ് ഹുസൈൻ പറഞ്ഞിരുന്നു. രാഹുലിന്റെ പ്രസംഗങ്ങളുടെ വീഡിയോകളും രാഹുൽ ഓൺ ഫയർ എന്ന ക്യാപ്ഷനോടെ ഫവാദ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കേജ്രിവാളിന്റെ ട്വീറ്റിലും കമന്റായി അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയത്. അതേസമയം താൻ രാജിവെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ലക്ഷ്യമിടുക പിണറായി വിജയനെയും മമതാ ബാനർജിയെയുമായിരിക്കുമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. താൻ എത്രനാൾ ജയിലിൽ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് മോദിയാണെന്നും അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നും പുറത്തുവരുന്ന കാര്യം എന്നാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ലെന്നും കേജ്രിവാൾ പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേജ്രിവാൾ ഇക്കാര്യം പറഞ്ഞത്. തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ കഴിയില്ലെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു. തന്നെയും തന്റെ പാർട്ടിയും ഇല്ലാതാക്കാനാണ് സ്വാതി മലിവാൾ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ ഇല്ലാതാക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. 4 എ.എ.പി. നേതാക്കളെ തടവിലാക്കിയത്. എന്നാൽ എ.എ.പി. രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു ആശയമാണ്. അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ വളരുമെന്നും കേജ്രിവാൾ പറയുന്നു. കേജ്രിവാൾ എന്ന വ്യക്തിയെ തടവിലാക്കിയാൽ രാജ്യത്ത് പിന്നെ ആരെയും തടവിലാക്കാമെന്ന സന്ദേശമാണ് ബി.ജെ.പി. നൽകുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ബി.ജെ.പിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ബി.ജെ.പിയുടെ നയങ്ങൾ ഏകാധിപതികളുടേതാണ്. അവരെ ഭയക്കേണ്ടതുണ്ടെന്നും കേജ്രിവാൾ പറയുന്നു.